ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള മന്തി കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ മന്തിയാണ്. അപ്പോൾ ചിക്കന് വേണ്ട ഒരു പേസ്റ്റ് ഫസ്റ്റ് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് 5 പച്ചമുളക്, ഒരു 10-15ഓളം വെളുത്തുള്ളിയും, ഒരു 2 കഷ്ണം ഇഞ്ചിയും, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ചിക്കൻ മാഗി ക്യൂബ്സ് അത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുതുമൻ കുരുമുളകും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 കപ്പോളം മല്ലിയില അരിഞ്ഞതും അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലകളും 2 ഉണക്ക് ചെറുനാരങ്ങയും അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 വേവോളം വേവിച്ചിട്ട് ഊറ്റി മാറ്റിയേക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് ചിക്കൻ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ചിക്കന് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തപ്പാടെ തന്നെ വേവിച്ചിട്ട് വെച്ച അരിയില്ല അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീത്തിയായിട്ട് കുറച്ച് മന്തി മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കലാണ്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് അടിയിൽ നിന്ന് റൈസെല്ലാം കോരി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ അടിപൊളി മന്തി റെഡിയായി. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുമോ.